സാബുണ്ണൻ വീട്ടിലേക്ക് കയറിയ ഉടനെ തന്നെ അനീഷിൻ്റെ ഒരു കൊട്ട് കൊടുക്കുന്നുണ്ട്. ബാത്റൂമിലൂടെ ആയിരുന്നല്ലോ സാബുണ്ണൻ്റെ എൻട്രി. അപ്പോൾ സാബുണ്ണനെ പൊക്കിയ ആൾക്കാരെയൊക്കെ ആദ്യം ഒന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അനീഷ് ആ വഴിക്ക് വരുന്നു. അനീഷ് നേരെ സാബുണ്ണന് കൈ കൊടുക്കുന്നു. അപ്പം തന്നെ സാബുണ്ണൻ പറയാണ്, അനീഷിന് എന്നെ അറിയാൻ ഒരു വഴിയും കാണത്തില്ല, അനീഷിന് അങ്ങനെയാണല്ലോ, അനീഷിന് ഇവിടെ വന്ന ആൾക്കാരെ ഒന്നും അറിയത്തില്ലല്ലോ എന്നൊരു ഡയലോഗ് അങ്ങ് പറയാണ്. കാരണം ഈ ഒരു സീസണിലേക്ക് ആദ്യമായിട്ട് ഗ്രാൻഡ് എൻട്രിയിൽ കയറിയ സമയത്ത് അനുമോളൊക്കെ കയറി വന്നപ്പോൾ അനുമോളിനെ അറിയത്തില്ല എന്ന് പറഞ്ഞല്ലോ. ആ ഒരു കാര്യം തന്നെയാണ് സാബുവാൻ എടുത്തിട്ടത്. അത് അനീഷിൻ്റെ ഒരു ഗെയിം ആയിരുന്നല്ലോ, ആരെ അറിയത്തില്ല, എൻ്റെ മുന്നിൽ നിങ്ങളൊന്നും ഒരാളല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിമായിരുന്നു. അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് പൊളിച്ചടിക്കുന്നതാണ്. ഓൾറെഡി ജിഷിൻ വന്നപ്പോൾ ഈ ഡയലോഗ് സാബുമോൻ പറഞ്ഞ ഈ ഒരു ഡയലോഗ് ഓൾറെഡി പറഞ്ഞതാണ്. എങ്കിലും സാബുമോൻ അത് വീണ്ടും പറയുന്നുണ്ട്. എന്തായാലും ആ മാസ്ക് ഒക്കെ ധരിച്ച ആ ഒരു മനുഷ്യൻ സാബുമോനാണ് എന്ന് അവിടെ ആർക്കും മനസ്സിലായില്ല. ഏറ്റവും അവസാനം വരെ ഈ ഒരു ടാസ്ക് ഗംഭീരമായിട്ട് തന്നെ കൊണ്ടുപോയി. എന്തായാലും നിലവിൽ ഇപ്പോൾ സാബുമോൻ അവിടെ കയറി എല്ലാവരുമായിട്ട് പരിചയപ്പെട്ട് സംസാരിച്ചൊക്കെ ഇരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു സാബുമോൻ ഒരു ചലഞ്ചറായിട്ടാണ് വന്നത്. ഒരാഴ്ചത്തേനുള്ള ഡ്രസ്സൊക്കെ കയ്യിലുണ്ട് എന്നാണ് സാബുമോൻ പറഞ്ഞത്. എന്തായാലും ഒരാഴ്ച നിന്നില്ലെങ്കിലും 1-2 ദിവസമൊക്കെ നിൽക്കുമായിരിക്കും. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. വന്ന വഴിക്ക് തന്നെ അനീഷിൻ്റെ ഒരു കൊട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി ആർക്കിട്ടൊക്കെ കൊടുക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ബിഗ് ബോസിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.